അടുത്ത കാലത്ത് നിര്യാതനായ ഒരു മുസ്ലിം പണ്ഡിതൻ കൂടിയായ ഡോക്ടർ റാഫിക് സക്കേറിയയുടെ വേർ ദ ഇന്ത്യൻ മുസ്ലിംസ് ഹാവ് ഗോൺ റോങ് എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, മുസ്ലിമുകൾക്ക് ഇന്ത്യയിൽ സുഹൃത്തുക്കൾ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്താണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ കാരണം? ഡോക്ടർ റഫീഖ് സക്കരിയ ഈ മുസ്ലിം പ്രശ്നം, ഇന്ത്യൻ മുസ്ലിംസിൻ്റെ പ്രശ്നം വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ നിഗമനങ്ങളോടും ഞാൻ യോജിക്കുന്നില്ല. മുസ്ലിമീങ്ങൾ ഇന്ന് ഇന്ത്യയിൽ അവരുടെ ഇന്നത്തെ ശോചനീയമായ സ്ഥിതിക്ക് കാരണം അവർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവരുടെ മതനേതൃത്വം ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ മതനേതൃത്വം വളരെ പ്രബുദ്ധമായൊരു മതനേതൃത്വമല്ലായിരുന്നു. അവർ ശരിയായ മാർഗമല്ല അനുയായികൾക്ക് കാണിച്ചു കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പല ഘട്ടങ്ങളിൽ, ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലും പരാജയം സംഭവിച്ചതെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് ചെയ്തവർ പലതും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ പ്രബുദ്ധത ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായും ഒരു പുതിയ നേതൃത്വം തന്നെ ഉണ്ടാവണം. അല്ല, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും BJPയുടെ നേതാവ് LK അദ്വാനി പ്രകടിപ്പിച്ചൊരു അഭിപ്രായം ഏറെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, എല്ലാ മുസ്ലിമുകളും ഭീകരവാദികളല്ല, പക്ഷേ ഭീകരവാദികൾ മുഴുവൻ മുസ്ലിമുകളാണ്. എന്താണ് ആ ഒരു ചിന്താഗതി സമൂഹത്തിൽ അങ്ങനെ വരുന്നതിന് കാരണം? അത് രാഷ്ട്രീയ പ്രേരിതമായി വന്നാണോ അല്ലാതെ വന്നതാണ്? ഭീകരവാദം എന്നുള്ള ഒരു ലേബൽ, ഒരൊറ്റ ലേബൽ എല്ലാറ്റിനും ഒട്ടിക്കുന്ന ഒരു സ്വഭാവം എന്നുണ്ട്. വാസ്തവത്തിൽ ചിലപ്പോൾ ഭീകരപ്രവർത്തനം, വാദമല്ല, അതിൻ്റെ പ്രവർത്തനം അത് ഒരു ദുർബലൻ്റെ ആയുധമായിട്ട് വരും. ഒരു വലിയ ശക്തിക്കെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ, ഉദാഹരണം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം തന്നെ എടുക്കുക. ഒരു ഘട്ടത്തിൽ നമ്മൾ ഭീകരവാദികളല്ലേ ആയിരുന്നു. ഭഗത് സിംഗ് ഭീകരപ്രവർത്തകനല്ലേ ആയിരുന്നു. എത്രയോ പേര്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവർ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി സർവ്വസൈന്യ സന്നാഹങ്ങളുമുള്ള ഒരു സാമ്രാജ്യത്വത്തിനെതിരായി യുദ്ധം ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ധാർമ്മിക രോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി വൈസ്രോയി സഞ്ചരിക്കുന്ന കാറിൻ്റെ വൈസ്രോയിയുടെ ആ കോച്ചിന് മാത്രം ബോംബ് വെക്കുക. ധീരരായിരുന്നു അവർ ഇന്നത്തെ ചില ഭീകരവാദികളെപ്പോലെ ഭീരുക്കളല്ലായിരുന്നു, ധീരരായിട്ടുള്ളവരായിരുന്നു. മറ്റുള്ള ഒരു സിവിലിയനും മരിക്കരുത്, വൈസ്രോയി മാത്രമേ മരിക്കാവൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ സൂക്ഷിച്ച് ബോംബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെശക് പറ്റി അവരുടെ തന്നെ ജീവിതാപകടത്തിലായിട്ടുണ്ട്. അപ്പോൾ ഭീകരവാദം പ്രവർത്തനം എന്ന് പറയുന്നത് ഒരൊറ്റ ലേബലിൽ കാണാൻ പറ്റുന്നതല്ല. അല്ല, പക്ഷേ ഇന്നത്തെ ഭീകരവാദ പ്രവർത്തകരുടെ നടപടി മൂലമായിട്ട് ജീവത്യാഗം ചെയ്യേണ്ടി വരുന്നത് മുഴുവൻ ഹതഭാഗ്യരായ നിരപരാധികളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യമില്ലേ? ഇന്നത്തെ യുദ്ധവും അതല്ലേ. ഇന്നത്തെ യുദ്ധം തന്നെ മരിക്കുന്നത് സൈനികരല്ലല്ലോ മരിക്കുന്നത്, സിവിലിയൻസാണ് മരിക്കുന്നത്. പഴയ കാലത്ത് യുദ്ധം ചെയ്യുന്നവരാണ് മരിച്ചിരുന്നത്. ഇന്ന് നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരുമാണ് മരിക്കുന്നത്. കാർപ്പറ്റ് ബോംബിങ്ങാണ് ഇന്നത്തെ ഒരു യുദ്ധ മാതൃക. നമ്മൾ ആദ്യം തന്നെ എല്ലാം തകർക്കുക, അതിനുശേഷം താഴെ ഇറങ്ങുക. എയർ സ്ട്രൈക്കാണ് ഇന്നത്തെ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്ഥിതി അതാണ്. ഹിരോഷിമയിൽ ബോംബിട്ടു, നാഗസാക്കിയിൽ ബോംബിട്ടു, ഫലൂജയിൽ ബോംബിട്ടു, ബാഗ്ദാദ് ബോംബ് ചെയ്ത് തകർത്തു. അതിനുശേഷമാണ് അവർ താഴെ ഇറങ്ങുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം തകർത്തതിന് ശേഷം ആ തകർക്കലിൻ്റെ ഭാഗമായി നശിക്കുന്നത്, ഇത് പ്രസ് ബട്ടൺ അമർത്തിയാണ് ഇന്ന് യുദ്ധം ചെയ്യുന്നത്. 1000 മൈലുകൾക്കകലെ ഇരുന്നു കൊണ്ട് പ്രസ് ബട്ടൺ അമർത്തിയാണ് ഇന്ന് യുദ്ധം നടത്തുന്നത്. അപ്പോൾ യുദ്ധം ചെയ്യുന്നവരല്ല മരിക്കുക, യുദ്ധം ചെയ്യുന്നവർ വളരെ അവസാനം കരയുദ്ധമുണ്ടെങ്കിൽ മരണമുണ്ടാകും. അത് വിയറ്റ്നാമിലുണ്ടായില്ലേ, ഇന്നിപ്പോൾ ഇറാഖിലില്ലേ, അതെല്ലാം കരയുദ്ധം കൊണ്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി മതേതരത്വമാണെന്നൊരു ചിന്തയിലേക്ക് നാം മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. മതേതരത്വം മാത്രമേ നമ്മുടെ, അത് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തന്നെ മതേതരത്വമാണ്. മതേതരത്വം ഇല്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കില്ല. അപ്പോൾ ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇന്നും വളരെ ദുർബലമായിരിക്കാം, ആ ജനാധിപത്യത്തിന് വലിയ പാരമ്പര്യമൊന്നുമില്ല,
ഇംഗ്ലണ്ടിലെ 8 നൂറ്റാണ്ട് പഴക്കമുള്ള ജനാധിപത്യത്തോട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജനാധിപത്യത്തിന് വാസ്തവത്തിൽ ഒരു നൂറ്റാണ്ട് കാലത്തെ പഴക്കമേ ഉള്ളൂ. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷമാണ് നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യം ഉണ്ടായത്. അത് ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ഒരു ജനാധിപത്യം ഉണ്ടായിരുന്നു. ജനാധിപത്യ പാരമ്പര്യം നമ്മൾ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് ഈയിടെ ഓക്സ്ഫോർഡ് ചെയ്ത പ്രസംഗം അത്ര മുഴുവൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ വിവാദം ഉണ്ടാക്കിയതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മതേതരത്വം ശക്തിപ്പെടുത്തണം എന്നുള്ള ചിന്ത ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. എന്ന് തന്നെയല്ല ഈ വർഗീയവാദം, വളരെ സങ്കുചിതമായ വിഭാഗീയത, വർഗീയത മതത്തിൻ്റെ പേരിലായാലും മറ്റേതിൻ്റെ പേരിലായാലും ഉള്ള വിഭാഗീയതകൾ, വളരെ സങ്കുചിതമായ വിഭാഗീയതകൾ രാജ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുമെന്ന് നാം ചരിത്രം കൊണ്ടും അനുഭവം കൊണ്ടും പഠിച്ചിട്ടുണ്ട്. ഈ വിദ്യാഭ്യാസ രംഗത്ത് ഔദ്യോഗികമായി സാറ് റിട്ടയർ ചെയ്തെങ്കിലും ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഔദ്യോഗികമായ സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും വക്കം മൗലവി റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അവിടെയും വളരെയധികം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഞാൻ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭരണസമിതിയിലെ അംഗമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിഷയകമായി ലേഖനങ്ങൾ എഴുതുകയും പുസ്തകങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സംബന്ധമായ ഗവേഷണങ്ങളിൽ ഞാൻ സഹായിക്കുന്നുണ്ട്. ഞാൻ തന്നെ സ്വന്തമായി ചില ഗവേഷണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജോലി ഞാൻ ഇന്ന് ചെയ്യുന്നുണ്ട്. അല്ല, വളരെ സംഭവബഹുലമായ ജീവിതം, രാഷ്ട്രീയം, വിദ്യാർത്ഥി രാഷ്ട്രീയം, വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനം, ഇതെല്ലാം ഇങ്ങനെ നടത്തിയിട്ടുള്ള അങ്ങക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രത്യേകമായ ദൗത്യം നിർവഹിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ദൗത്യം, എൻ്റെ ജീവിത ദൗത്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ ആദ്യം ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ഒരു സ്വതന്ത്ര ഇന്ത്യ, ഐശ്വര്യപൂർണമായ ഇന്ത്യ, അത് ലോക സമാധാനത്തിൻ്റെ സാഹചര്യത്തിൽ. ആ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് അങ്ങക്ക് പ്രത്യാശയാണോ ഉള്ളത്? എനിക്ക് പ്രത്യാശയാണുള്ളത്. എന്താണ് അതിന് കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും നല്ലവരാണ്. നല്ല മാർഗനിർദ്ദേശം നൽകുകയാണെങ്കിൽ അവരെല്ലാം നല്ല വഴിയിൽ സഞ്ചരിക്കും. നമുക്ക് ആദർശപുഷ്കരമായ കാലത്ത് മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും എല്ലാം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ എത്രയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു. അവരുടെ വാക്കുകളനുസരിച്ച് എന്ത് സാഹസ പ്രവൃത്തികളും ചെയ്യാൻ തയ്യാറായിരുന്നു. അതേസമയത്ത് ഇന്ന് നമുക്ക് ഉപദേശങ്ങൾ നൽകുന്നവർ വളരെ തെറ്റായ ഉപദേശങ്ങൾ നൽകുന്നത്, അതിൽ വീണുപോകുന്ന വളരെ ചെറുപ്പക്കാരുണ്ട്, വളരെയധികം പേരുണ്ട്. ബുദ്ധിക്ക് പക്വത ലഭിക്കാത്ത ആളുകൾ, അതോടൊപ്പം തന്നെ ധാരാളമായ കർമ്മശേഷിയുള്ളവർ. ഇപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ഉള്ള കർമ്മശേഷി ഉണ്ടല്ലോ, അതിനൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവണം. അതിനൊരു ബഹിർഗമിക്കാനുള്ളൊരു ഇതില്ലെങ്കിൽ അത് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ ആ കാലത്തൊക്കെ നിങ്ങൾ ഏതൊരു നേതാവിൻ്റെ കാന്തവലയത്തിലാണോ വരുന്നത്, ആ നേതാവ് പറയുന്ന എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. അതാണ് ഇന്നത്തെ കാലത്തിന് നമുക്ക് ആ ഗാന്ധിയൻ യുഗത്തിലുണ്ടായിരുന്ന ആളുകളെപ്പോലെയുള്ള നേതാക്കന്മാർ ഇന്ന് ഇല്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഇത്. ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനേ നിർവാഹമുള്ളൂ എന്ന് കരുതുന്നതുകൊണ്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.